ഫെഡറലിസത്തിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ ശക്തമായിട്ടും പരസ്യമായിട്ടും ആദ്യമായിട്ട് പ്രതികരിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ധനകാര്യ നയങ്ങളുള്ള കേന്ദ്രത്തിൻ്റെ ഇരട്ടത്താപ്പിനെതിരെ ഡൽഹിയിൽ പോയിട്ടാണ് സംസ്ഥാനം ശക്തമായി പ്രതിഷേധിച്ചത്. സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും MLA മാരും അടക്കം സകലമാന സർക്കാർ സംവിധാനവും ഡൽഹിയിലേക്ക് മാറി ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ചു. സംസ്ഥാന സർക്കാരിനൊപ്പം ആ സമയത്ത് ഡൽഹി മുഖ്യമന്ത്രിയും പഞ്ചാബ് മുഖ്യമന്ത്രിയും പങ്കെടുക്കുകയും ജമ്മു ആൻഡ് കാശ്മീർ നാഷണൽ കോൺഫറൻസിൽ നിന്ന് പ്രതിനിധി വരികയും DMKയുടെ പ്രതിനിധി പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ശക്തമായൊരു പ്രതിഷേധമായിരുന്നു സംസ്ഥാനം ഡൽഹിയിൽ നടത്തിയത്. സംസ്ഥാനത്തിന് തൊട്ടു പിന്നാലെ കർണാടകയും പിന്നെ തമിഴ്നാടും ഇതുപോലെ ശക്തമായ പ്രതിഷേധം നടത്തി. കേരളം നടത്തുന്നത് പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് കർണാടക പ്രഖ്യാപിച്ചത്. കേരളം നടത്തുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം കർണാടക പ്രതിഷേധം നടത്തുകയും ചെയ്തു. അങ്ങനെ ശക്തമായ ഒരു പാത ഒരുക്കിയത് കേരളമാണ്. കേരളം കണ്ടുപിടിച്ച വഴിയിലൂടെ ഒരുപാട് സംസ്ഥാനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കേന്ദ്രം അടുത്ത വർഷം നടത്താനിരിക്കുന്ന ഡീലിമിറ്റേഷനെതിരായിട്ട് മണ്ഡല പുനർനിർണയത്തിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ DMKയുടെ നേതൃത്വത്തിൽ തമിഴ്നാട് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ മറ്റ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും ഒരു യോഗം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിലേക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിക്കാൻ വേണ്ടി തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജനാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ്: ഏകപക്ഷീയമായി പാർലമെൻറ്റ് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെയുള്ള യോജിച്ച നീക്കത്തിൻ്റെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മുൻകൈയിൽ ഈ മാസം 22-ന് ചെന്നൈയിൽ നടക്കുന്ന ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിലേക്കുള്ള തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതിനിധികളായ സംസ്ഥാന IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, ഡോക്ടർ തമിഴാച്ചി തങ്കപാണ്ഡ്യൻ MP എന്നിവർ ഓഫീസിൽ വന്നാണ് ക്ഷണക്കത്ത് നൽകിയത്. യോജിച്ച നീക്കത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുവെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രമല്ല CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെയും ഇതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വന്ന് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ട്. പളനിവേൽ ത്യാഗരാജനും പിന്നെ തമിഴാച്ചി തങ്കപാണ്ഡ്യൻ MPയുമാണ് ക്ഷണിച്ചത്. അതിനും CPM കേരള ഔദ്യോഗികമായിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. CPIM കേരളയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ പേജിൽ അതിൻ്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ഏകപക്ഷീയമായി പാർലമെൻറ്റ് മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെയുള്ള യോജിച്ച നീക്കത്തിൻ്റെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മുൻകൈയിൽ ഈ മാസം 22-ന് ചെന്നൈയിൽ നടക്കുന്ന ജോയിൻ്റ് ആക്ഷൻ കമ്മിറ്റി യോഗത്തിലേക്ക് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ, MK സ്റ്റാലിൻ്റെ പ്രതിനിധികളായ തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, ഡോക്ടർ സുമതി തമിഴാച്ചി തങ്കപാണ്ഡ്യൻ MP എന്നിവർ AKI സെൻറ്ററിലെത്തി ക്ഷണിച്ചു. കേന്ദ്ര നീക്കത്തിനെതിരായ യോജിച്ച പോരാട്ടത്തിന് CPIMൻ്റെ ഐക്യദാർഢ്യവും പിന്തുണയും അറിയിച്ചു എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയത്. ഇത് ശക്തമായ ഒരു പോരാട്ടമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തമിഴ്നാട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് പരസ്യമായിട്ട് ആദ്യമായി രംഗത്തിറങ്ങിയതും തമിഴ്നാട് തന്നെയാണ്. മണ്ഡല പുനർനിർണയം സെൻസസിന് അടിസ്ഥാനം നടക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരിക്കും ലഭിക്കാൻ പോവുക. കൃത്യമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യയിലുള്ള സംസ്ഥാനങ്ങളാണ്. ജനസംഖ്യാ നിയന്ത്രണം കാര്യമായി നടപ്പിലാക്കാൻ പറ്റാതിരുന്ന UP, ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിലായിരിക്കും സീറ്റുകളുടെ വർധനമുണ്ടാകാൻ പോകുന്നത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടകം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സീറ്റിൻ്റെ കാര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുക. കേരളത്തിൽ ഇപ്പോൾ 20 ലോക്സഭാ സീറ്റുകളേക്കാൾ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തമിഴ്നാട്ടിൽ നിലവിൽ 39 സീറ്റ് തമിഴ്നാട്ടിലും 1 സീറ്റ് പോണ്ടിച്ചേരിയിലുമാണ്. ആ 39-ൽ നിന്ന് സീറ്റുകൾ പുറമോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ തമിഴ്നാട് രംഗത്തിറങ്ങിയിട്ടുള്ള. ഇതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ യോജിച്ച പ്രക്ഷോഭത്തിനാണ് തമിഴ്നാട് ഇപ്പോൾ വ്യക്തമായിട്ട് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഓരോരോ മുഖ്യമന്ത്രിമാരെ നേരിട്ട് കണ്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡുമായി ആലോചിച്ച് അവർ അനുമതിക്ക് ശേഷം പങ്കെടുക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തെലങ്കാനയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള തെലങ്കാന രാഷ്ട്ര സമിതിയുടെ KTRും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും ഇതിൻ്റെ ഭാഗമായിട്ട് MK സ്റ്റാലിൻ ക്ഷണിച്ചിട്ടുണ്ട്. കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, ബംഗാൾ, ഒഡീഷ, പഞ്ചാബ് മുഖ്യമന്ത്രിമാർക്കാണ് സ്റ്റാലിൻ കത്ത് നൽകിയിട്ടുള്ളത്. അതിൽ ഒഡീഷയിൽ BJPയുടെ മുഖ്യമന്ത്രി തന്നെ ആണെന്ന കാര്യം കൂടി ചേർത്ത് പറയണം. ഒഡീഷയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായ ബിജു ജനതാദളിൻ്റെ നേതാക്കളെയും MK സ്റ്റാലിൻ ഇതിൻ്റെ ഭാഗമായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തിന് പരിപൂർണ പിന്തുണയാണ് മിക്കവാറുമുള്ള എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും നൽകിയിട്ടുള്ളത്. ശക്തമായ പിന്തുണ ഈ സംഭവത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുമുണ്ട്.
ും